പശ്ചിമ ബംഗാളിൽ നിന്ന് അസുഖകരമായ ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് ദിനം ആചരിക്കവേ പശ്ചിമ ബംഗാളിലെ ഒരു MLA, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട MLA, മൂർഷിദാബാദ് ജില്ലയിൽ, പശ്ചിമ ബംഗാളും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മൂർഷിദാബാദ് ജില്ലയിൽ ഒരു പള്ളി നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. പള്ളി നിർമ്മിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ആരാധനയ്ക്ക് വേണ്ടി മുസ്ലിം വിശ്വാസികൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ഒരു പള്ളി നിർമ്മിക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഉണ്ട്. അവർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ പിന്തുടരാൻ കഴിയുന്ന വിധത്തിൽ അതിന് സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ ഒരു പള്ളി നിർമ്മിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ വിഷയം അതല്ല. ഹുമയൂൺ കബീറിനെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ പള്ളി നിർമ്മാണമാണ്. അദ്ദേഹം ഈ പള്ളിക്ക് പേരിട്ടിരിക്കുന്നത് ബാബറി മസ്ജിദ് എന്നാണ്. ഒരു പേര് അങ്ങനെ ഇടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചേക്കാം. ഇവിടെ ഡിസംബർ 6-ന് നമുക്കറിയാം, അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്നിരുന്ന തർക്കമന്ദിരം എന്ന് പറയപ്പെട്ടിരുന്ന ആ പള്ളി തകർക്കപ്പെട്ടു എന്ന് അതിനെ ചൊല്ലി കേസ്. അതിൽ ഒടുവിൽ അലഹബാദ് ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും അതിൽ വിധി പറഞ്ഞു. ആ ഭൂമി രാമജന്മഭൂമി ട്രസ്റ്റിന് കൈമാറി. കുറച്ചപ്പുറത്ത് പള്ളി നിർമ്മിക്കാൻ വേണ്ടുന്ന ഭൂമിയും കൊടുക്കണം എന്ന് കോടതി വിധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ രമ്യമായി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. നമുക്കറിയാം, അത് നൂറ്റാണ്ടുകളോളം ഇന്ത്യയിലെ രാമഭക്തരെ മുറിവേൽപ്പിച്ച, വേദനിപ്പിച്ച, അവരുടെ ദുഃഖത്തിന് കാരണമായ നിരവധി 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 ജീവനുകൾ ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു. ഇതൊക്കെ നമുക്കറിയുന്നതാണ്, ചരിത്രത്തിലുള്ളതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു. ബാബറി മസ്ജിദിന് വേണ്ടി ഹർജി നൽകിയിരുന്ന അൻസാരി ആ വിധി സഹർഷം സ്വാഗതം ചെയ്തു. എന്ന് മാത്രമല്ല, അവിടെ മനോഹരമായ ഒരു രാമക്ഷേത്രം ഉയർന്നപ്പോൾ അതിന്റെ ഈ നേത്രോന്മീലനം, കണ്ണു തുറപ്പിക്കൽ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള വിശിഷ്ട വ്യക്തികൾക്കൊപ്പം അൻസാരിയും ആ ചടങ്ങിൽ പങ്കെടുത്തു. സമീപത്ത് തന്നെ, ഏതാണ്ട് അവിടുന്ന് കുറച്ചപ്പുറത്ത് മാറി, ഒരു പുതിയ പള്ളി നിർമ്മിക്കാൻ വേണ്ടുന്ന സ്ഥലം അവരുടെ ട്രസ്റ്റിന് കൈമാറിയിട്ടുണ്ട്. അവിടെ യഥാകാലം പള്ളി നിർമ്മിക്കപ്പെടും എന്ന് അൻസാരി പറയുകയും ചെയ്തു. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ഹുമയൂൺ കബീർ എന്ന ഈ MLA ബംഗാളിലെ മൂർഷിദാബാദ് ജില്ലയിൽ ഇത്തരത്തിലൊരു പള്ളി നിർമ്മിക്കുകയും അതിന് ബാബറി മസ്ജിദ് എന്ന് നാമകരണം നടത്തുകയും ചെയ്തത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇങ്ങനെ ഒരു പേരിട്ടുകൊണ്ട് ഡിസംബർ 6-ന് പള്ളിക്ക് തറക്കല്ലിടുന്ന ചടങ്ങിൽ നിന്ന് പിന്മാറണം എന്ന് തൃണമൂൽ കോൺഗ്രസ് തന്നെ ഈ MLA-യോട് ആവശ്യപ്പെട്ടിരുന്നു. ഹുമയൂൺ കബീർ അത് അനുസരിച്ചില്ല. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ MLA-യെ പുറത്താക്കി. ഇത് പറയുന്നത് ബംഗാളിലെ BJP ആണ്, ഞാനല്ല. ബംഗാളിലെ BJP നേതാക്കൾ ആരോപിക്കുന്നത് ഇത് വ്യക്തമായ സാമുദായിക ധ്രുവീകരണം നടത്താൻ വേണ്ടിയിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു നീച പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്നാണ് അവിടുത്തെ BJP നേതാക്കൾ ആരോപിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പോലെ തന്നെ മുസ്ലിം സമുദായത്തിന് ഗണ്യമായി വോട്ടുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏതാണ്ട് 30% മുസ്ലിം വോട്ട്, മുസ്ലിം ജനസംഖ്യ അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ മുസ്ലിം ജനസംഖ്യയെ എക്കാലവും BJP വിരോധം കാണിച്ച്, RSS-നെ കാണിച്ച് ഭയപ്പെടുത്തി ഒക്കെ അവരുടെ വോട്ട് നേടിയെടുക്കാനുള്ള കുതന്ത്രങ്ങൾ ആദ്യമായി പയറ്റിയത് അവിടെ 35 കൊല്ലം ഭരിച്ച CPM ആണ്. ഒടുവിൽ CPM ഉപ്പുവെച്ച കലം പോലെ ദ്രവിച്ചില്ലാതായപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവിടെ കയറിപ്പറ്റി ആ വോട്ട് ബാങ്കിന്റെ കസ്റ്റോഡിയനായി മാറി. അതിനുവേണ്ടി മമതാ ബാനർജി എന്തു വില കൊടുത്തും ഒരു കാലത്ത് താൻ കൂടി അംഗമായിരുന്ന NDA മുന്നണിയെ കുറ്റം പറഞ്ഞും ദുരാരോപണങ്ങൾ ഉന്നയിച്ചും ഒക്കെ താറടിച്ചു കാണിച്ചുകൊണ്ട് വളരെ കുൽസിതമായ നീക്കങ്ങൾ നടത്തി ഈ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ മമത എന്ത് നീചപ്രവൃത്തിയും ചെയ്യുമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് BJP-യുടെ ആരോപണമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശേഷം മുസ്ലിം വോട്ട് ബാങ്ക് പിന്നീട് ചെന്ന് ചേർന്നത് തൃണമൂൽ കോൺഗ്രസിലാണ്. അവിടെ ഹിന്ദു മുസ്ലിം സംഘർഷം
നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. പകരം തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതല്ല. അവിടെ ഹിന്ദു മുസ്ലിം ലഹള നടക്കുന്നു. വ്യാപകമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ തണലിൽ നിന്നുകൊണ്ട് മുസ്ലിം മത മൗലികവാദികൾ ഇളക്കി വിടുന്ന ഗ്രൂപ്പുകൾ അവിടെ കലാപമുണ്ടാക്കുന്നുണ്ട്. ചെറിയ ഒരു ശതമാനമെങ്കിലും അതിനുവേണ്ടി വെള്ളവും വളവും കൊടുക്കുന്നുണ്ട്. അവിടെ വലിയ രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മുർഷിദാബാദ്, മാൾഡ, 24 പർഗാനസ് പോലെയുള്ള ജില്ലകളിൽ അത് വളരെ രൂക്ഷമാണ്. പലപ്പോഴും തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണത്തിന് ഇരയാകുന്നത് CPM കേഡറുകളാണ്. അവിടെ അവശേഷിക്കുന്ന CPM കേഡറുകൾ വളരെ കുറവാണ്. അവരെയാണ് തൃണമൂൽ കോൺഗ്രസുകാർ എന്ന വ്യാജേന ഇവർ ആക്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പോലും അക്രമത്തിലാണ് കലാശിച്ചത്. ഒരു കുടുംബത്തിലെ CPM കുടുംബത്തിലെ അച്ഛനും മകനും അതിദാരുണമായി കൊല്ലപ്പെട്ടു. അവിടെ കലാപം നടത്തിയ കലാപകാരികളുടെ കൈകൊണ്ട്. അവർ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് CPM പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയാം അവർ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരല്ല. ഒന്നുകിൽ ബംഗാളിൽ തന്നെയുള്ള മുസ്ലിങ്ങളാണ്, ഈ തീവ്ര നിലപാടുകളുള്ള മുസ്ലിം ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണ് എന്ന് CPMനും അറിയാം. പക്ഷെ അവർ അത് പറയില്ല. സ്വന്തം കേഡറുകളെ ബലി കൊടുത്തിട്ടാണെങ്കിലും ശരി, എങ്ങനെയെങ്കിലും മമതയുടെ കയ്യിൽ നിന്ന് ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ തിരിച്ചു പിടിക്കാനാണ് അവിടെ CPM ശ്രമിക്കുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഇവരെല്ലാവരും ഈ നാറിയ കളികൾ കളിച്ച് അവിടെ ഇത്തരത്തിൽ വലിയ സംഘർഷം ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന വിധത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ആ നീക്കം അപകടകരമാണ് എന്ന് കണ്ട് ഭാവിയിൽ അത് വലിയ ദോഷം ചെയ്യും, തങ്ങളുടെ പാർട്ടിക്ക് നിലനിൽക്കാൻ പോലും കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മമത ഒരു പരിധിവരെ ഹുമയൂൺ കബീർ എന്ന ഈ MLA-യെ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ MLA-യെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നടപടി സ്വീകരിച്ചത്. ഇങ്ങനെ ഒരു പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം അവിടുത്തെ 35 വർഷം ഭരിച്ച CPM-ഉം അതുപോലെ തുടർച്ചയായിട്ട് 2011 മുതൽ ഈ 2025 വരെ ഭരണം എത്തിച്ച മമതയും ഒരുപോലെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന വ്യാജേന മുസ്ലിം പ്രീണനം നടത്തി വോട്ട് ബാങ്കുകളെ തങ്ങളുടെ വരുതിക്ക് നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തെ ശത്രുപക്ഷത്താക്കിക്കൊണ്ട് അവർ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ അത് ബംഗാളിനെ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ BJP അവിടെ വളരെ ശക്തമായി നിലപാടെടുക്കുന്നു. BJPക്ക് 66 MLA-മാർ അവിടെ ഉണ്ട്. അവർക്ക് ഒരു നിശ്ചിത സംഖ്യ MP-മാരെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിടാൻ കഴിയുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ബംഗാളിൽ BJP വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ച മമതയ്ക്ക് വലിയ ഭീഷണിയാണ്. മമത ആ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് എന്തു വില വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയുമാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, വഖഫ് പ്രോപ്പർട്ടി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഉമീദ് പോർട്ടലിൽ രേഖപ്പെടുത്തണം, ഉൾക്കൊള്ളിക്കണം എന്ന നിർദ്ദേശം വന്നിട്ട് പോലും മമത അതനുസരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ നടപടി വരുമെന്ന് മനസ്സിലായപ്പോൾ അതിന് അനുമതി നൽകി. അതുപോലെ തന്നെ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടണം, അതിന് ഭൂമി ഏറ്റെടുത്ത് നൽകണം എന്ന് 10-ലധികം തവണ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മമതയ്ക്ക് കത്തയച്ചു. മമതാ സർക്കാർ മിണ്ടിയില്ല. അങ്ങനെ ഒരു കത്ത് കിട്ടിയതായിട്ട് പോലും ഭാവിച്ചില്ല. ഇപ്പോൾ കോടതി ഇടപെട്ടപ്പോൾ അത് കേസായി കോടതിയിലെത്തി. കോടതി ഇടപെട്ടപ്പോഴാണ് മമതാ സർക്കാരിൽ അനക്കം വച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്ത് ചെയ്തും ഈ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യുക എന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും കുൽസിത ബുദ്ധി ബംഗാളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പരിണിത ഫലമാണ് ഹുമയൂൺ കബീറും അദ്ദേഹം നിർമ്മിക്കാൻ തറക്കല്ലിട്ടിരിക്കുന്ന ഈ പള്ളിയും എന്ന് BJP ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ ബംഗാൾ വലിയ രീതിയിൽ പുകയും എന്ന് തീർച്ചയാണ്. ഈ പള്ളി നിർമ്മാണത്തിനെ എന്ത് വില കൊടുത്തും തടയുമെന്നാണ് BJP പറയുന്നത്. ഈ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് വിശ്വാസികൾ ഇഷ്ടികയും ചുമന്നാണ് എത്തിയത് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ജനങ്ങളുടെ മൃദുല വികാരങ്ങളെ, വിശ്വാസങ്ങളെ തീ പിടിപ്പിച്ച് അതിൽ എണ്ണ കോരി ഒഴിച്ച് വർദ്ധിത വീര്യത്തോടെ ആളിക്കത്തിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനാണ് മമതയും കൂട്ടരും ശ്രമിക്കുന്നത്. അതിനവരുടെ ചട്ടുകമാണ് ഹുമയൂൺ കബീർ എന്ന് വ്യക്തമാണ്. ഇത് നമ്മുടെ രാജ്യത്ത് അനുവദിക്കാൻ പാടുള്ളതല്ല. ഇവിടെ ജാതി മത ഭേദങ്ങൾക്കപ്പുറത്തേക്ക്, ജാതി മത ചിന്തകൾക്കപ്പുറത്തേക്ക് നമ്മളെല്ലാവരും ഭാരതീയ പൗരന്മാരാണ് എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ആർക്കും ആരാധനാ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അവരവർക്ക് ഉചിതമായ രീതിയിൽ ആരാധനാലയങ്ങൾ നിയമമനുസരിച്ച് നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്.
ആ സ്വാതന്ത്ര്യം നിങ്ങളായിട്ട് വിശ്വാസികളായിട്ട് ഇല്ലാതാക്കരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.